നമസ്കാരം, മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്താനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി നമുക്ക് വ്യൂവിലേക്ക് പോകാം. ഓക്കെ, ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതോടൊപ്പം ഈ ഒരു ചാർട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് കാണാം. അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം. ദെൻ ഈ ഒരു ചാർട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകും എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിക്കാവുന്നതാണ്. അതോടൊപ്പം യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് കാണുക. പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് മൊത്തത്തിലൊന്ന് സെർച്ച് ചെയ്യാം. അതിനുശേഷം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു ചാർട്ട് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എൻട്രി, എക്സിറ്റ്, മാർക്കറ്റിൻ്റെ കൺസോൾട്ടേഷൻ, ഡയറക്ഷൻ, ഈ വക കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് മെയിനായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നത്. അത് നിഫ്റ്റിയിൽ മാത്രമല്ല, ബാങ്ക് നിഫ്റ്റി, ഫോറക്സ്, ക്രിപ്റ്റോ, MCX കൊമോഡിറ്റി സെഗ്മെൻറ്റിലേക്ക് വളരെ നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുന്നൊരു ചാർട്ടാണ്. പിന്നെ ആവറേജ് നോക്കിയാലും ഞാനീ പറഞ്ഞ പോലെ നമ്മൾ നമുക്ക് MCX, ഫോറക്സ്, മിഡ് ക്യാപ് നിഫ്റ്റിയൊക്കെ ഞാൻ വീക്കിലി വ്യൂ ഇടുന്നുണ്ട്. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും മാത്രമാണ് ഡെയിലി ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ബാങ്ക് നിഫ്റ്റി ഞാൻ വീക്കിലി വ്യൂവിലേക്ക് മാറ്റുവാണ്. കാരണം യൂട്യൂബിൽ എനിക്ക് തോന്നുന്നത് ഒരു 3.4K അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പക്ഷേ വാച്ചിങ് ഒന്നും അത്ര കാര്യമായിട്ടൊന്നും വരുന്നില്ല. എനിക്ക് തോന്നുന്നു താല്പര്യമില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം അതൊരു കുറ്റകുറവായിട്ടൊന്നും പറയുന്നതല്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം മറ്റുള്ള പല വീഡിയോസിലും ആവശ്യമില്ലാത്ത എത്രയോ വീഡിയോസിൽ എത്ര ലൈക്കുകളും അല്ല വ്യൂസൊക്കെയാണ് വരുന്നത്. പക്ഷേ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നിട്ട് പോലും, അല്ലെങ്കിൽ നല്ലൊരു ഡയറക്ഷൻ കിട്ടുന്ന ഒരു വ്യൂ ഞാൻ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പോസ്റ്റ് ചെയ്തിട്ട് പോലും കാണാനായിട്ട് ആളില്ല എന്ന് പറയുമ്പോൾ യൂട്യൂബിൽ നിന്നുള്ള വരുമാനമല്ല എന്നെ സങ്കടപ്പെടുത്തുന്നത്. ഇത്രയും നല്ലൊരു വ്യൂ പറഞ്ഞു കൊടുത്തിട്ടും അത് ആളുകൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് വളരെ സങ്കടമുള്ളൊരു കാര്യമാണ്. കാരണം നല്ലൊരു ഓപ്പർച്യൂണിറ്റി വെച്ചിട്ട് ആളുകൾക്ക് നല്ലൊരു ഡയറക്ഷൻ ട്രേഡ് എടുക്കാൻ പറ്റുന്നില്ലല്ലോ, അല്ലെങ്കിൽ മറ്റുള്ളവർ പ്രോഫിറ്റബിൾ ആവാനായിട്ട് ശ്രമിക്കുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്താഗതി നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ അത് ചില സമയത്ത് ഓർക്കും, അയ്യോ വളരെ സങ്കടമുള്ള കാര്യമാണല്ലോ. അത് ഈ ഒരു ചാർട്ട് പഠിച്ചവർക്ക് അല്ലെങ്കിൽ എൻ്റെ കൂടെ ലൈവിലുള്ളവർക്ക് അറിയാം ഈ ഒരു ചാർട്ടിൻ്റെ ഓപ്പർച്യൂണിറ്റി എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് അറിയാം. അപ്പോൾ ഇങ്ങനൊരു സങ്കടം വരുമ്പോൾ ഞാൻ ആലോചിക്കും, നമ്മൾ ഇത്ര സ്ട്രെയിൻ ചെയ്ത് വ്യൂ പറഞ്ഞിട്ടും അത് ആർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. പഠിക്കുന്നതോ അല്ലെങ്കിൽ ലൈവിൽ വരുന്നതോ സെക്കൻഡറി, അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളാണ്. പക്ഷേ വ്യൂ പോസ്റ്റ് ചെയ്തിട്ടും അതാരും യൂസ് ചെയ്യുന്നില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം. അപ്പോൾ ചില സമയത്ത് ആ സങ്കടത്തെപ്പറ്റി ഓർക്കുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിൽ ആശ്വാസമായിട്ട് തോന്നുന്നത്, ഒരു ആൾക്ക് അയാൾക്കൊരു ലോസ് റിക്കവർ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു നല്ലൊരു ട്രേഡൊക്കെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു എന്താ പറയേണ്ടത്, അതൊരു ആർട്ടാണ്. പിന്നെ ഒരു അൾട്ടിമേറ്റ് ഫിനാൻഷ്യൽ ഫ്രീഡം സോഴ്സാണ്. അപ്പോൾ അതിലേക്കൊക്കെ എത്തിപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ തന്നെ അത് ഓരോരുത്തർക്കും ഓരോ ടൈമുണ്ട്. അപ്പോൾ നമ്മളായിട്ട് എത്ര കണ്ട് നീട്ടി വലിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. സമയമുള്ള ആൾക്കാർ അവരുടേതായിട്ടുള്ള ഒരു ടൈം ആകുമ്പോഴത്തേക്കും ഈ വീഡിയോസ് അവർക്ക് കാണാനും അല്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനും വാച്ച് ചെയ്യാനൊക്കെയുള്ള സമയങ്ങളിൽ അവർക്ക് ദൈവം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ പ്രാർത്ഥന അല്ലെങ്കിൽ ഞാനീ പറയുന്ന കാര്യങ്ങൾ ജെന്യുവനായിട്ട് തോന്നുന്ന ആൾക്കാർ, എൻ്റെ ഡെയിലി വ്യൂ കാണുന്ന ആൾക്കാർ അല്ലെങ്കിൽ പഠിക്കുന്ന ആൾക്കാർ, ചാർട്ട് കാണുന്നവരാണ്. പുറത്ത് നിന്ന് ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ സക്സസ് ആയിട്ടുള്ളൊരു വ്യക്തിക്കോ ഞാനീ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ദഹിക്കണമെന്നില്ല. അവർ വിചാരിക്കും ഇവൻ സെൻറ്റിമെൻ്റൽ അപ്രോച്ച് നടത്തുകയാണെന്നുള്ള തോന്നൽ വരും. അപ്പം അതുകൊണ്ട് താൽക്കാലികമായിട്ട് ഞാൻ നിഫ്റ്റിയുടെ വ്യൂ മാത്രമേ പോസ്റ്റ് ചെയ്യുന്നുള്ളൂ ഡെയിലി. ബാങ്ക് നിഫ്റ്റി, അതേപോലെ ഫോറക്സ്, കൊമോഡിറ്റി, നാച്ചുറൽ ഗ്യാസ്, ക്രൂഡ് ഓയിൽ, മിഡ് ക്യാപ് നിഫ്റ്റി ഞാൻ വീക്കിലിയിലേക്ക് പോസ്റ്റ് ചെയ്യുന്നുള്ളൂ. കാരണം നിഫ്റ്റിയുടെ വ്യൂ ആണ് കൂടുതൽ ആൾക്കാർ കാണുന്നത്. വളരെ വ്യൂ കുറവാണ് ബാങ്ക് നിഫ്റ്റിയിൽ. അപ്പോൾ ഈ പറഞ്ഞ പോലെ അങ്ങനെയുള്ള ആളുകൾ വീക്കിലി നോക്കി എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പിന്നീട് നല്ലൊരു ലെവലിലേക്കൊക്കെ എത്തുമ്പോൾ നമുക്ക് വീണ്ടും പഴയ പോലെ നമുക്ക്
ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ തൽക്കാലം ഇതാരും ഒരു പരാതിയോ പരിവമായിട്ടൊന്നും എടുക്കേണ്ടതില്ല. അപ്പോൾ തൽക്കാലം ഒരു ഗ്യാപ്പ് ഇടുകയാണ്. ഇനി നമുക്ക് നമ്മുടേതായിട്ടുള്ള ട്രേഡ്സിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യണം. അതേപോലെ നിഫ്റ്റിയുടെ കാര്യങ്ങൾ കൂടുതലൊന്ന് അനലൈസ് ചെയ്യാനും അതിനെപ്പറ്റി കുറച്ച് സ്ട്രാറ്റജീസും കൂടെ ബിൽഡ് ചെയ്യാനുള്ള ടൈമൊക്കെ ഉണ്ട്. നമ്മൾ കൂടുതൽ യൂട്യൂബ് വീഡിയോ വെച്ചിട്ടല്ലല്ലോ, യൂട്യൂബിൽ നിന്നുള്ള എൻ്റെ ഇപ്പോൾ ഒരു എന്താ പറയണേ, ഇതിൻ്റെ അനലൈസേഷനൊക്കെ കഴിഞ്ഞു. യൂട്യൂബിൻ്റെ ഇതൊക്കെ കഴിഞ്ഞതാണെങ്കിലും യൂട്യൂബിൽ നിന്നുള്ള വരുമാനമൊന്നും ഇപ്പോഴൊന്നും കിട്ടുന്നൊന്നുമില്ല കേട്ടോ. അതൊന്നും കിട്ടുന്നില്ല. അതൊക്കെ ഒരുപാട് 1K ഒരു എന്നാ പറയണേ 1 million വന്നാൽ മാത്രമാണ് എന്തെങ്കിലുമൊക്കെ കിട്ടത്തുള്ളൂ. പിന്നെ എൻ്റെ വീഡിയോ മറ്റുള്ള യൂട്യൂബ് വീഡിയോസിനെ പോലെ ഇന്ന് ഈ സ്ട്രാറ്റജി വളരെ സൂപ്പറാണ്, നിങ്ങൾക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ്, നാളെ ഒരു വീഡിയോ അതിനേക്കാളും നല്ല സ്ട്രാറ്റജി ഇതാണെന്നും പറഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ പലരും ഇടുന്നുണ്ട്. അപ്പോൾ അവരിടുന്നത് കുറ്റം പറയുന്നതല്ല. ഇപ്പോൾ ഒരു 10 സ്ട്രാറ്റജി ഇടുമ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം കുറച്ച് പേർക്ക് യൂസ്ഫുൾ ആവും. പലരും അവരുടേതായിട്ടുള്ളൊരു ടേസ്റ്റിനനുസരിച്ചുള്ള സ്ട്രാറ്റജി അതിൽ നിന്ന് സെലക്ട് ചെയ്യാം. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ സ്ട്രാറ്റജീസ് ഒന്നും ഇല്ല. കഴിഞ്ഞ 1-2 വർഷമായിട്ട് ഒരേ സ്ട്രാറ്റജി, ഒരേ ചാർട്ട്, ഒരേ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നിഫ്റ്റിയുടെ ലൈവ് ഉണ്ട്. ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഈ ഒരു ചാർട്ട് പഠിച്ചിട്ടൊക്കെ ചെയ്യാം. എല്ലാ വ്യൂസും നിങ്ങൾക്ക് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാം. അതിന് താല്പര്യമുള്ളവർക്ക് എന്നെ വിളിക്കാം. ഞാൻ ബിഗിനേഴ്സിനെ പഠിപ്പിക്കുന്നതല്ല, ഇന്നും ബിഗിനേഴ്സായിട്ടുള്ള ഒരാൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ ബിഗിനിങ്ങിന് വേണ്ട കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ നിന്നൊന്ന് പഠിച്ചിട്ട് വായോ, എന്നിട്ട് നിങ്ങൾക്ക് ഈ ചാർട്ട് പഠിച്ചാൽ സിമ്പിളായിട്ട് മനസ്സിലാകും എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു ബിസിനസ് വൈസ് ഉള്ള ഒരാളാണെങ്കിൽ എനിക്ക് അദ്ദേഹത്തെ അടിപൊളിയാണ്, സൂപ്പറാണെന്ന് പറഞ്ഞ് വിളിക്കാം. എന്നെ വിളിക്കുന്നതോ വീഡിയോ കാണുന്ന പലർക്കും അറിയാം. പലരെ ഞാൻ നിരുത്സാഹപ്പെടുത്തി വിട്ടിട്ടുണ്ട്. കാരണം ബേസിക്കും കുറച്ച് ഓപ്ഷനെ പറ്റി മനസ്സിലാക്കാതെ ഈ ഒരു ചാർട്ട് വെച്ചിട്ട് ഓപ്ഷനിലേക്ക് വരുന്നവരെ മെജോറിറ്റി ബിഗിനേഴ്സിനെ ഞാൻ നിരുത്സാഹപ്പെടുത്താറാണ് പതിവ്. അവരെ മനസ്സ് ഞാൻ പറഞ്ഞു പഠിപ്പിക്കും. ഒരു 6 മാസം സ്റ്റഡി ചെയ്തിട്ട് ഓപ്ഷനിലേക്ക് വരാനാണ് ഞാൻ പറയാറ്. അപ്പോൾ എനിവേ നമുക്ക് വ്യൂവിലേക്ക് കിടക്കാം. കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം, കോണ്ടാക്റ്റ് ചെയ്യാം. പഠിക്കാനുള്ളവർക്ക് പഠിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഞാൻ കൂടുതലും ഇനി നിഫ്റ്റിയിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോവാണ്. മെജോറിറ്റി ആളുകളും ഒരു കാര്യം ഞാൻ പറയാം, നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിഫ്റ്റിയിൽ ചെയ്ത പൈസ മുഴുവൻ ബാങ്ക് നിഫ്റ്റി കൊണ്ട് കളയുന്ന ഒരുപാട് ആളുകളുണ്ട്. നിഫ്റ്റിയിൽ ഓപ്ഷൻസ് നല്ല രീതിയിൽ പഠിച്ചതിന് ശേഷം ബാങ്ക് നിഫ്റ്റി ചെയ്യാനായിട്ട് നോക്കില്ലെങ്കിൽ മാസാവസാനം നിങ്ങൾ വട്ടപ്പൂജയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നിഫ്റ്റിയുടെ പുറകെ കുറച്ച് കൂടുതൽ ഡീറ്റെയിൽ അനലൈസൊക്കെ ആയിട്ട് ഇനി അങ്ങോട്ട് പോയാൽ നിഫ്റ്റി മാത്രം കോൺസെൻട്രേഷൻ ചെയ്യാമല്ലോ. അപ്പോൾ ഇന്ന് നല്ല രീതിയിലുള്ളൊരു മൂവ്മെൻ്റ് ആയിരുന്നു. ഇന്നത്തെ ലൈവ് നിങ്ങൾ മാക്സിമം ഒന്ന് കാണാനായിട്ട് ശ്രമിക്കണം. വളരെ അക്യുറസി ആയിട്ട് 210% എൻട്രി എടുക്കാൻ പറ്റുന്ന വ്യൂസാണ് നമ്മളിന്ന് പറഞ്ഞത്. അപ്പോൾ ആ ലൈവ് കാണാത്തവർ ദൈവത്തെ ഓർത്ത് അതൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യാതെ. അപ്പോൾ നമുക്ക് മാർക്കറ്റ് നിൽക്കുന്നത് 24,783 മാർക്കറ്റ് നിൽക്കുന്നത്. നല്ലൊരു സ്റ്റേജിലേക്കാണ് മാർക്കറ്റ് നിൽക്കുന്നത്. നാളെ ന്യൂട്രൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൺസോളിഡേഷൻ ആയാൽ മാർക്കറ്റ് നല്ലൊരു ബിഗ് മൂവിലേക്കുള്ള ചാൻസസ് വരാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, അതിനുവേണ്ടി പ്രതീക്ഷിച്ചിരിക്കാം. അപ്പോൾ നമ്മൾ മാർക്കറ്റ് നിൽക്കുന്നത് 24,783 മാർക്കറ്റ് നിൽക്കുന്നത്. മാർക്കറ്റ് ന്യൂട്രൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറിയൊരു മൂവ്മെൻറ്റ്, അതായത് 24,821 24,744 ഇൻ ബിറ്റ്വീൻ സ്പേസിലാണ് മാർക്കറ്റ് ഓപ്പൺ ആവണമെന്നുണ്ടെങ്കിൽ മാക്സിമം സ്കാൽപ്പ് ചെയ്ത് പോയിൻ്റ് എടുക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് വളരെ നല്ലത്. തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ്. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ 24,783 നിൽക്കുന്ന ലെവല് കൺസോളിഡേഷൻ സോണാണ്. നല്ലൊരു മൂവ്മെൻറ്റ്, നല്ലൊരു ബ്രേക്കൗട്ടൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ, കണ്ടിന്യൂഷൻ ലോങ് ഹോൾഡിംഗ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ 24,821 തൊട്ട് 24,909 വരെയുള്ള മൂവ്മെൻറ്റാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നേരെ മറിച്ച് മാർക്കറ്റ് ലോവിലേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് സോൺ 24,744 അവിടെ നിന്ന് മാർക്കറ്റ് ലോവിലേക്ക് വന്നു കഴിഞ്ഞാൽ 24,725, അവിടെ നിന്ന് ഒരു ലോ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ 24,695 മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. അപ്പം അതേപോലെ തന്നെ മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഡേ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രം നമ്മൾ 24,821 ഇട്ട് ഫോക്കസ് ചെയ്യുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ ഈ ഇൻ ബിറ്റ്വീൻ സ്പേസിൽ തന്നെയാണ് നിലവിലെ ഹൈക്കും
അതേപോലെ തന്നെ ഈ ഒരു 24,750 കൺസോൾട്ടേഷൻ വന്നാൽ സ്കാൽപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മെൽറ്റിങ്ങിലേക്ക് പോകാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ രീതിയിലായിരിക്കും എൻ്റേതായിട്ടുള്ളൊരു പ്ലാൻ നാളത്തേക്ക്. പിന്നെ നമുക്ക് ഇതൊരു പ്ലാനിങ് ആണ്. നാളെ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടിരിക്കും നമ്മുടെ മൂവ്മെൻറ്റ് ഏത് രീതിയിലാണ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടിരിക്കും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി ഓവർ ട്രേഡ്, റിവഞ്ച് ട്രേഡ്, കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് കിട്ടാത്ത ആളുകൾ, ടെൻഷൻ അടിച്ച് ട്രേഡ് ചെയ്യുന്നവർക്കൊക്കെ ധൈര്യമായിട്ട് ലൈവിലേക്ക് വരാം. ഒരിക്കലും കോളൗട്ട് ഇപ്പോൾ ഞാൻ കൊടുക്കുന്നില്ല. അതായത് ഇന്ന സ്ഥലത്ത് എടുക്കൂ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് വിൽക്കൂ എന്നുള്ള കാര്യങ്ങൾ ഞാൻ മെജോറിറ്റി പറയാറില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തലച്ചോറ് പ്രവർത്തിക്കില്ല. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കൊരു ഇൻഡിപെൻഡൻറ്റ് ട്രേഡർ ആവാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്ത് വരും. അതിന് നോ കോംപ്രമൈസ്, നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. നിങ്ങൾ ഓവർ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ ആ ഒരു ടെൻഷൻ ഫ്രീ ആയിട്ടൊക്കെ ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ലൈവിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമുക്ക് ഫ്യൂച്ചറിൻ്റെ ചാർട്ടിലേക്ക് ഓക്കെ. നമ്മൾ ഇന്നലെ ഫ്യൂച്ചറിൽ പറഞ്ഞു നിർത്തിയത് ഈ ഒരു ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാത്രമേ മാർക്കറ്റ് ഡൗൺ ആവുള്ളൂ. അതർവൈസ് നമ്മളുടെ ടാർഗറ്റ് 24,760 അവിടെ നിന്ന് മുകളിലോട്ട് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ 24,790 ഓൾറെഡി ഇന്നലെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ വ്യൂ കാണാത്തവർ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കാണാൻ ശ്രമിച്ചാൽ വളരെ നല്ലതാണ്. RSI മുകളിലോട്ട് പോയി ഓൾറെഡി അതൊക്കെ ഹിറ്റ് ചെയ്താണ് കേട്ടോ. രാവിലെ തന്നെ ടാർഗറ്റൊക്കെ ഓൾറെഡി ഈസി ആയിട്ട് 24,790 ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് താഴത്തോട്ട് വരാത്തടത്തോളം കാലം നമുക്ക് പിയിൽ കോൺസെൻട്രേഷൻ ചെയ്യേണ്ടി വന്നില്ല. സിയിൽ മാസീവായിട്ടുള്ള മൂവ്മെൻ്റാണ് മാർക്കറ്റിൽ ഉണ്ടായത്. അത് പിന്നെയും ആ ഒരു ഏരിയയൊക്കെ വീണ്ടും ബ്രേക്ക് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ വളരെ അക്യുറസി ആയിട്ടുള്ളൊരു മൂവായിരുന്നു ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് മാർക്കറ്റിൽ ഉണ്ടായത്. ഇതിൽ കൂടുതൽ നമ്മളൊരു വ്യൂ എന്ത് അടിസ്ഥാനത്തിൽ അനലൈസ് ചെയ്യും? ഇത് ഒരു 70% വരെയും ഒരു അക്യുറസി കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു ട്രേഡർ ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അതിന് താഴത്തേക്ക് പോയാൽ മാത്രമാണ് ലോവിലേക്ക് പോകാനുള്ള ചാൻസസ് ഉള്ളത്. അപ്പോൾ 24,795 മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ സപ്പോർട്ടെന്ന് പറയണത് 24,780. ആ സപ്പോർട്ടിന് താഴത്തോട്ട് വരാതിരുന്നാൽ നമ്മൾ നാളത്തേക്ക് പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ എന്ന് വെച്ചാൽ 24,860 മൂവ്മെൻ്റാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മാർക്കറ്റ് ആ ഒരു ഏരിയ, അതായത് 24,780 മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചെറിയൊരു സ്മോൾ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 24,765. അവിടെ നല്ല രീതിയിൽ വീണ്ടും കൺസോൾട്ടേഷൻ വരും. അവിടെ നിന്നൊരു മൂവ്മെൻറ്റ് കിട്ടിയാൽ മാത്രമാണ് നമ്മൾ 24,720 മാർക്കറ്റിനെ കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി നാളത്തേക്കുള്ള ഒരു വ്യൂ. പിന്നെ അവിടെ നിന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് ഒരു മാസീവ് മൂവ്മെൻറ്റ് താഴത്തോട്ട് കിട്ടിക്കഴിഞ്ഞാൽ 24,620 ലുക്ക്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ട്, അല്ല സപ്പോർട്ടുകളുണ്ട്. അതിനെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു എന്താ പറയണ്ടേ RSI വെച്ചിട്ടായിരിക്കും. ഇപ്പോൾ മാർക്കറ്റിൽ എന്താണ് സംഭവിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. കാരണം നാറാണത്ത് പ്രാന്തൻ കല്ലുരുട്ടി കയറ്റുന്നൊരു പരിപാടി. അപ്പോൾ ഏകദേശം അതേപോലെയൊക്കെയാണ് മാർക്കറ്റ് നടക്കുന്നത്. അപ്പോൾ കല്ലുരുട്ടി കയറ്റി താഴത്തോട്ട് ഇറക്കണതിന് പകരം താഴത്തോട്ട് ഒറ്റയിടലിട്ടിട്ട് പിന്നെ മാർക്കറ്റ് പതുക്കെ ഉരുട്ടി പൊക്കത്തോട്ട് കൊണ്ടുപോകുന്നു എന്ന് വിചാരിച്ചാൽ മതി. അതായത് നാറാണത്ത് പ്രാന്തൻ എന്താ ചെയ്യണേ? കല്ലുരുട്ടി മുകളിൽ കയറ്റും, എന്നിട്ട് നേരെ താഴത്തോട്ട് ഇടും. അത് നേരെ തിരിച്ചൊന്ന് ചിന്തിച്ചേ, താഴത്തോട്ട് ഒറ്റയിടൽ മുകളിൽ നിന്ന് ഇട്ടിട്ട് പിന്നെ താഴത്തുനിന്ന് മുകളിലോട്ട് ഉരുട്ടി കയറ്റുക എന്നുള്ള കാര്യം വിചാരിച്ചാൽ മതി. അപ്പോൾ അതിനുള്ള ഉത്തരം കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനായിട്ടുള്ളത്. പിന്നെ നമുക്ക് നാളത്തേക്കുള്ള സ്ട്രൈക്ക് നോക്കാം. നാളത്തേക്ക് സിയിൽ നോക്കാൻ പറ്റുന്നത് 24,600, 24,700, 24,800. പിന്നെ അത്രയൊക്കെ ഉള്ളൂ നല്ല സ്ട്രൈക്ക്. പിയിൽ നോക്കാനുള്ള സ്ട്രൈക്ക് 24,900, 24,800 നല്ല സ്ട്രൈക്കുകളാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി. ഒരു ഏകദേശം ഒരു ന്യൂട്രൽ ഓപ്പണൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു ഏരിയ. അപ്പോൾ എനിവേ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാവുന്നതാണ്. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. എനിവേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.